ഹായ് ഗായ്സ്, എല്ലാവരും തമിഴിൽ കണ്ടല്ലോ അല്ലേ? അത് തന്നെയാണ് കാര്യം കേട്ടോ. നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് വൈറ്റൈൻ ചെയ്യണം. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡെഡ് സെൽസ് കംപ്ലീറ്റ് ആയിട്ടും റിമൂവ് ചെയ്ത്, അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്, പിഗ്മെൻറ്റേഷൻ എല്ലാം റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ബ്ലീച്ച് ചെയ്ത് നല്ല ലൈറ്റനായിട്ട് നമ്മുടെ സ്കിന്നിന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ ഒരു 2-3 ഷെയ്ഡ്സ് ഒക്കെയാണ് പറയാം കേട്ടോ. ഇത് അതിനേക്കാളും നമുക്ക് ഷെയ്ഡ്സ് കൂട്ടിത്തരാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്കിൻ വൈറ്റനിങ് ക്രീമാണ്. യൂട്യൂബിൽ ഇതുവരെ ആരും ഈ പറഞ്ഞ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന മെത്തേഡിൽ ആരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് ആ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കി എടുത്തു എന്ന് നോക്കാം. അതുപോലെ തന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ വെക്കുന്നുണ്ട്. ആ രീതിക്ക് തന്നെ വേണം ഈ ഒരു ക്രീം ഫോളോ ചെയ്യാനായിട്ട് കേട്ടോ. അതല്ലാതെ നിങ്ങൾക്ക് തോന്നിയ പോലെ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കുക കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് നമ്മുടെ പുളിയാണ് ഗായ്സ്. പുളി. ഈ പുളിക്കകത്ത് നമുക്കറിയാമല്ലോ, ടാർട്ടാറിക് ആസിഡാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അത് മാത്രമല്ല, അതിനകത്ത് AHAയും കൂടി അടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ആൽഫ ഹൈഡ്രോക്സി ആസിഡ്. ഈ ഒരു ആസിഡ് കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഈ ഒരു ആസിഡ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് ഫെയ്ഡ് ഔട്ട് ആക്കാനായിട്ടും നന്നായിട്ട് സ്കിന്നിൽ ലൈറ്റൈൻ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് AHA BHA എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിൻ്റെ സിറംസും ക്രീംസൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു ക്രീംസിൻ്റെ ഉപയോഗിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ്, ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ളതൊക്കെ അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു നമ്മുടെ ടാമറൈൻഡ് ഉപയോഗിച്ചിട്ട്, നമ്മുടെ ഒരു പുളി ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു ക്രീം മേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണേ. ആദ്യം നമ്മൾ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്ത് കഴുകിയിട്ട് അത് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാലും മതിയാകും കേട്ടോ. അത് കുതിർത്തിയിട്ട് നമ്മളതിൻ്റെ പ്യൂരി മാത്രമായിട്ട്, അതിൻ്റെ ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ പ്യൂരി മാത്രമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കാണുന്ന അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയലൂട്ട് ചെയ്യണം. അതായത് ഈ ഒരു പുളിയുടെ കുറച്ചൊന്ന് നമുക്ക് ഡയലൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഘാട്ടൊന്ന് കുറയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റോസ് വാട്ടറാണ്. ഹോം മെയ്ഡ് റോസ് വാട്ടറാണ്. നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള വാട്ടർ എടുക്കാം. മാക്സിമം ഡിസ്റ്റിൽഡ് വാട്ടർ എടുക്കാനായിട്ട് നോക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ലാസ്റ്റ് ടൈം ഈ ഒരു ക്രീം. അതല്ലാന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നന്നായി തിളപ്പിച്ചിട്ട് ആ വെള്ളം തണുത്തതിന് ശേഷം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ആ രീതിക്ക് എടുത്തിട്ടുള്ള വാട്ടറാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. നമ്മൾ ഏകദേശം നമുക്കിതൊരു 75 ഗ്രാമോളം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈക്വലായിട്ട് എടുക്കാൻ തന്നെ നോക്കുക. നമ്മൾ പുളി എടുക്കുകയാണെങ്കിലും അതുപോലെ പുളിയുടെ ആ ഒരു പ്യൂരി എടുക്കുകയാണെങ്കിലും റോസ് വാട്ടർ അല്ലെങ്കിൽ നോർമൽ വാട്ടർ എടുക്കുകയാണെങ്കിലും ഈക്വലായിട്ട് തന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മളിതാ ഡയലൂട്ട് ചെയ്തിട്ടുണ്ട്. ആ റോസ് വാട്ടർ ഞാൻ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നീട് നമ്മളിത് ഡയലൂട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കൂട്ട് നമുക്ക് തിക്കായിട്ട് കിട്ടണം. സാധാരണയായിട്ട് നമ്മളിതിനകത്ത് നമ്മൾ എന്തൊരു ക്രീംസും ജെൽസൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്ത് ആലുവേര, നമ്മുടെ തന്നെ ആലുവേര മിക്സ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഇത്തവണ ചെയ്യുന്ന സമയത്ത് ആലുവേര അല്ല, ഈ ഒരു കൂട്ട് തിക്കായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നത് ഇതിൻ്റെ ബേസാണ്. നമുക്കിതൊരു ജെൽ ബേസായിട്ട് കിട്ടാനായിട്ട് നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ട ആളെന്ന് പറയുന്നത് സാന്തം കമ്മാണ്. ഈ ഒരു സാന്തം കമ്മിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. മലയാള യൂട്യൂബിനകത്ത് ഞാനാണ് ഈ ഒരു സാന്തം കമ്മിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അതിനുശേഷം ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാനാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു സാന്തം കമ്മ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു കൂടിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളോട് ആദ്യം ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട്. ഗ്ലിസറിനകത്തേക്ക് നമ്മളിത് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനൊരു ഗ്ലിസറിൻ ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ചേർക്കും നമ്മുടെ സ്കിന്നിന് യോജിച്ചിട്ടുള്ള നല്ലൊരു ഓയിൽ. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള ഓയിലായിരിക്കും ചേരുന്നുണ്ടാവുക സ്കിന്നിൽ. ഓക്കെ, അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഓയിൽ നിങ്ങൾ ഏതാ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിലേക്ക് മാച്ച് ആയിട്ടുള്ള ഓയിൽ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ഗ്ലിസറിൻ്റെ കൂടത്തിനകത്തേക്കാണ് ഈ ഒരു ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എൻ്റെ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ള ഓയിൽ ഞാൻ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീടാണ് നമ്മുടെ ഈ ഒരു സാന്തം ഗം ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു സാന്തം ഗമ്മിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അത് ആരും പോയി തപ്പി തെരഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല. അത് അവിടെ ഇല്ല. ഞാനത് അൺലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിനകത്ത് നമ്മൾ ഫുൾ ഡീറ്റെയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആലോവേറ ജെൽ മേക്കിങ്ങിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ കടുക്ക ജെൽ മേക്കിങ്ങിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് തൽക്കാലത്തേക്കെന്നല്ല, അത് പൂർണ്ണമായിട്ട് ഞാനത് അൺലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാണാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾക്കത് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ഒരു സാന്തം ഗമ്മ് ഈ ഒരു ഗ്ലിസറിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1 ഗ്രാമോളം നമുക്ക് വേണ്ടി വരും കേട്ടോ ഈ ഒരു സാന്തം ഗമ്മ്. അതുപോലെ തന്നെ ഗ്ലിസറിന് 1 ടീസ്പൂണാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെയൊക്കെ ആവാം കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ ഗ്ലിസറിനും 1 ടീസ്പൂൺ ഓയിലാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അതിനകത്തേക്ക് നമ്മൾ 1 ഗ്രാം, ഏകദേശം ഒരു ഹാഫ് ടീസ്പൂണിന് മുകളിലായിട്ട് വരും കേട്ടോ. 1 ഗ്രാം ഏകദേശം ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒത്തിരി അങ്ങ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്രീം അല്ലെങ്കിൽ ഒരു ജെല്ല് നല്ല രീതിക്ക് തിക്കായിട്ട് വരും. നമുക്ക് ഒരുപാട് തിക്ക് വേണമെന്നുണ്ടെങ്കിൽ
ഈ രീതിക്ക് ചേർക്കാം. അതല്ല കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജാന്തകമ്മിൻ്റെ അളവ് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ജാന്തകമ്മ് നന്നായിട്ട് ഈ ഒരു കൂട്ടിനകത്തേക്ക് നമ്മുടെ ഓയിലിൻ്റെയും ഗ്ലിസറിൻ്റെ അകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്നത് നമ്മുടെ ആ ഒരു ടാമറൈൻ്റെ വാട്ടറിനകത്തേക്കും, അതുപോലെ ദാറ്റ് മീൻസ് നമ്മുടെ പുളിവെള്ളവും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു കൂട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ആയിട്ടൊന്നും കിട്ടത്തില്ല കേട്ടോ, പെട്ടെന്നൊന്നും കിട്ടത്തില്ല. ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് ഇത് സെറ്റ് ആവാനായിട്ട് വെക്കണം. എങ്കിലേ നമുക്ക് ഈ ഒരു കൂട്ട് നന്നായിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് ബ്ലെൻഡായി നമുക്ക് മിക്സ് ചെയ്ത് വരത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ പെട്ടെന്നാവാൻ വേണ്ടി നമുക്ക് ബ്ലെൻഡർ ഉപയോഗിക്കാം കേട്ടോ. ബ്ലെൻഡർ ഉപയോഗിക്കുക, അല്ലാതെ നിങ്ങൾക്ക് മിക്സി ജാർ ഉപയോഗിച്ചിട്ട് അതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ബ്ലെൻഡർ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മിക്സി ബൗളിനകത്തോട്ട് അടിച്ചെടുക്കാനോ നിങ്ങൾക്ക് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരത്തേക്ക് ഇതങ്ങ് സെറ്റ് ആവാനായിട്ട് വെച്ചാൽ മതി കേട്ടോ. ഒരു 4-5 മണിക്കൂർ നേരത്തേക്ക് അങ്ങ് സെറ്റ് ആവാൻ വെച്ച ശേഷം നല്ല രീതിക്ക് സ്പൂൺ ഉപയോഗിച്ച് ബീറ്റ് ചെയ്ത് കൊണ്ടുവരും. നന്നായിട്ട് മാഷ് ചെയ്ത് ബീറ്റ് ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ബ്ലെൻഡായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കൂട്ടുക സെറ്റായി ബ്ലെൻഡർ ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഒരു ടാമറൈനിൻ്റെ ക്രീം കേട്ടോ, ജെൽ ക്രീം. ഈ ഒരു ക്രീം നമുക്ക് ഫേസിൽ ഉപയോഗിക്കുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ സ്കിന്നിന് ലൈറ്റൈൻ ചെയ്യാനാണെന്നുള്ള ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈറ്റൈൻ ചെയ്യുന്നു വിചാരിച്ചിട്ട് ഇത് ആരും ഒരിക്കലും ഡെയിലി എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തോളൂ. ആഴ്ചയിൽ 3 തവണ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അത് നിങ്ങൾക്ക് ദിവസം തീരുമാനിക്കാം. 1-2 ദിവസങ്ങളിൽ അങ്ങനെ ആവാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ആ രീതിക്ക് നിങ്ങൾ ചെയ്യുക. ആഴ്ചയിൽ 3 ദിവസം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. മാക്സിമം നിങ്ങളിത് വൈകുന്നേരങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മൾ പിറ്റേന്ന്, ഇപ്പോൾ നമ്മൾ വൈകുന്നേരമല്ല ഉപയോഗിക്കുന്നത്, വൈകുന്നേരം ഉപയോഗിച്ച് പിറ്റേന്ന് നമ്മൾ രാവിലോട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് മസ്റ്റായിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം നമ്മുടെ സ്കിന്ന് ഡെഡ് സെൽസിന് നല്ല രീതിക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്, പിഗ്മെൻറ്റേഷൻ ഇതെല്ലാം നല്ല രീതിക്ക് ഫെയ്ഡ് ഔട്ടായിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ലൊരു ക്ലിയർ ആൻഡ് ഗ്ലോയിങ് ആക്കി വയ്ക്കും. അതുപോലെ തന്നെ നമുക്ക് വ്രിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കുറച്ച് നമുക്ക് ചെറുപ്പം നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ നിങ്ങൾ തീർച്ചയായിട്ടും പിറ്റേന്ന് രാവിലെ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് സൺസ്ക്രീന് അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. 2 കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പാടില്ല, അതുപോലെ തന്നെ സൺസ്ക്രീന് മസ്റ്റായിട്ടും നമുക്കിത് വേണം. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതും ഇതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞ് ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ നല്ലൊരു നിങ്ങളുടെ സ്കിന്നിലേക്ക് പറ്റിയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്രീമോ ജെല്ലോ അത് നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ഒരു 3 കാര്യം നിങ്ങൾ നോട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു ക്രീം നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിക്ക് നിങ്ങളുടെ സ്കിന്നിലുണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട് ഇതെല്ലാം ഫെയ്ഡ് ഔട്ടായിട്ട് നിങ്ങളുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളായിട്ട് ഒരൊറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. സ്കിൻ ലൈറ്റ് തന്നെ ഒരു ഫീൽ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഇട്ട പാടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫീൽ കിട്ടും. ചിലർക്ക് ആദ്യം വരുന്നത് ഈ ഒരു ഗ്ലോയിങ്ങും അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് ലുക്കാണ് കേട്ടോ. പിന്നെ സ്കിൻ ലൈറ്റനിങ് പിറ്റേന്ന് നോക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ ഇന്ന് ഉപയോഗിച്ചിട്ട് നിങ്ങൾ നാളെ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് സ്കിന്ന് ലൈറ്റൻ ആയിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ജാന്തകമ്മിൻ്റെ ലിങ്ക് ഞാൻ താഴെ വേണമെങ്കിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ജെൽ ക്രീം നമ്മൾ ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഒരു 7 ദിവസം വരെ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. 7 മുതൽ ഒരു 10 ദിവസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഫേസിൽ മാത്രമല്ല നമുക്ക് കയ്യിലൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് അതായത് നമ്മുടെ ഐബ്രോസിലൊന്നും ആവാതെ മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. കൺപീലി, ഐബ്രോസ് ഈ ഒരു ഭാഗത്തൊന്നും ആവാതെ മാക്സിമം ശ്രദ്ധിച്ചിട്ട് വേണം ഈ ടാമറൈൻ്റെ ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് മാക്സിമം ഇതൊരു 15 മിനിറ്റ് മാത്രമേ വെക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ നേരത്തേക്ക് വെക്കേണ്ട കാര്യമില്ല. അതും കട്ടിയിൽ തന്നെ വേണം അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. 15 മുതൽ 20 മിനിറ്റ് വരെ നിങ്ങൾക്ക് ഇത് ഫേസിൽ വെക്കാവുന്നതാണ്. ബോഡിയിൽ അതുപോലെ നമുക്ക് അരമണിക്കൂറൊക്കെ ബോഡിയിൽ വെക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഫേസിൽ വെക്കുന്ന സമയത്ത് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് അതുപോലെ തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് മസാജ് കൊടുത്തതിന് ശേഷം വേണം വാഷ് ചെയ്യാനായിട്ടും നല്ല രീതിക്ക് കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ മസാജൊക്കെ ചെയ്തിട്ട് വാഷ് ചെയ്തതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ നല്ലൊരു ജെൽ ക്രീമോ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ഒരു ക്രീം 15 അല്ലെങ്കിൽ 20 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ.